അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഓരോരുത്തർക്കും വീടുകളുണ്ട്. ചില ആളുകൾക്ക് സ്വന്തമായി വീടുണ്ട്, ചില ആള് വാടക വീട്ടിൽ കഴിയുന്നുണ്ട്, ചില ആൾ കുടുംബ വീടുകൾ കഴിയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വീടുകളിലാണ് കഴിഞ്ഞു പോകുന്നത് ജീവിതം. വീടുകളിൽ ചില ആളുകൾ കൊട്ടാരം പോലത്തെ അതിമനോഹരമായ വീടുകളുണ്ട്. ആ അതിമനോഹരമായ കൊട്ടാര പോലത്തെ വീടുകളിൽ ഇല്ലാത്ത വലിയ സന്തോഷവും ആനന്ദവും വാടക വീട്ടിലുള്ള ചില വീടുകൾ കാണാൻ സാധിക്കുന്നു. അവിടെയുള്ള സമാധാനവും സന്തോഷം, ആ വാടക വീട്ടിലുള്ള സമാധാന സന്തോഷം വലിയ കൊട്ടാര വീടുകളിൽ ഇല്ല. എന്തുകൊണ്ടാണ്? ബർക്കത്തില്ലാത്തതാണ്. ബർക്കത്ത് നമ്മുടെ വീട്ടിൽ സമാധാനം എന്നുള്ളത് വലിയ വിഷയമാണ്. വലിയ കൊട്ടാര പോലത്തെ അതിമനോഹരമായ വീട് നമുക്കുണ്ടായത് കൊണ്ട് ഒരു കാര്യവുമില്ല. വീട്ടിൽ സമാധാനമില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പിണക്കത്തിലാണ്, അല്ലെങ്കിൽ ഉമ്മയും മക്കളും പിണക്കത്തിലാണ്. അങ്ങനെ പല വിധത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ ഉമ്മ പിണങ്ങാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ വെറുതെ ഭാര്യ പിണങ്ങാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പലതും സംഭവിക്കും. ഭർത്താവും കാരണമില്ലാതെ അങ്ങോട്ട് പിണങ്ങും. അങ്ങനെ ഈ വീട്ടിൽ ബർക്കത്തൊക്കെ നഷ്ടപ്പെടുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. ആ 5 കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമ്മുടെ വീട്ടിനും ബർക്കത്തുണ്ടാകുമെന്നാണ്. യഥാർത്ഥത്തിൽ വീട്ടിൽ ബർക്കത്തില്ലാതാകാൻ ഒന്നാമത്തെ കാരണം നമ്മുടെ വീട്ടിൽ പിശാച്ചുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിശാച്ചുകൾ നമ്മുടെ വീട്ടിൽ കയറിയാൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ആ പിശാചു ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് മലക്ക് വരുന്നതിനെ തൊടുത്ത് തടസ്സം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ വീട്ടിലേക്ക് മലക്കുകൾ വരുന്നതിനെ തൊട്ട് നാം തടസ്സമില്ലാതിരിക്കണം. നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരുന്നതിന് തൊട്ട് തടസ്സമാണെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവുകയില്ല. മലക്കുകൾ വീട്ടിലേക്ക് വരാൻ തടസ്സമുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നാമത് സാധാരണ നാം കേൾക്കുന്നത് നായ വീട്ടിലുണ്ടെങ്കിൽ ബർക്കത്ത്, മലക്കുകൾ വരാൻ തടസ്സമുണ്ടാകും. മറ്റൊന്ന്, നമ്മുടെ വീട്ടിൽ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മലക്കുകൾ വീട്ടിലേക്ക് വരികയില്ല, അത് വീട്ടിലേക്ക് തടസ്സമുണ്ടാവും. നമ്മുടെ വീട്ടിൽ ഫോട്ടോകൾ നാം വെക്കരുത്. അതുപോലെ നമ്മുടെ വീട് എപ്പോഴും ശുദ്ധിയുള്ള വീടായിരിക്കണം. നജസ്സുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. വീട് എന്നും ശുദ്ധിയോടുകൂടിയുള്ള നല്ലൊരു വീടായിരിക്കണം. വീട് എപ്പോഴും നല്ല സുഗന്ധം പൂശിയ വീടാകുമ്പോൾ ആ വീട്ടിലേക്ക് മലക്കുകൾ വരും. അപ്പൊ മലക്കുകൾ വരാത്ത വീടുകളിൽ തീർച്ചയായിട്ടും സമാധാനം ഇല്ലാതിരിക്കും. മലക്കുകൾ ഇല്ലാത്ത വീടുകളിലേക്ക് കടന്നു കയറി വരുന്നത് പിശാച്ചാണ്. പിശാച്ചിന്റെ വീട് എന്നുള്ളത് നമ്മുടെ വീടിന്റെയും ശൗചാലയങ്ങളാണ്, ബാത്റൂമുകളാണ്. ബാത്റൂം പോലെ ആകരുത് നമ്മുടെ വീട്. അതുപോലെ ആയാൽ പിശാച്ച് അവിടെ കടന്നു കയറും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ വീടുകളിലേക്ക് അതിഥികൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കണമെന്ന്. അതിഥികൾ അലിറളിയല്ലാഹു ഒരാഴ്ച കൂടുമ്പോൾ ഒരു അതിഥി വന്നില്ലെങ്കിൽ അലിറളിയല്ലാഹുവിന് പേടിച്ചിരുന്നു. എന്തൊരു നാശമാണ് എന്നാണ് കരുതിയത്. കാരണം വീട്ടിലേക്ക് അതിഥികൾ വരിക എന്നുള്ളത് അത് വീട്ടിന്റെ വലിയ ബർക്കത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളില്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. കിലോമീറ്ററുകളോളം നടക്കും, ആരെങ്കിലും ഒരു അതിഥി കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന്. നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ നമ്മുടെ സർവ്വ പാവങ്ങളും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു പൊറുത്തു തരുമെന്നാണ്. നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കണം, അവർക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിഥികൾ നമ്മുടെ അയൽവാസികൾ, കുടുംബങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അങ്ങനെ അവർ വീട്ടിൽ വരിക, അവർക്ക് സദ്യ നൽകുക, അത് നമ്മുടെ വീടിൽ ബർക്കത്തുണ്ടാകണം, മലക്കുള്ള സാന്നിധ്യം ഉണ്ടാകാനൊക്കെ കാരണമാണ്. അപ്പൊ അതിഥികളുടെ കാര്യം ഗൗരവമായിട്ട് നമുക്ക് കണക്കിലെടുക്കണം. അതിഥികൾ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിഫലമാണ്. അവരെ ഒരു ഭക്ഷണം പിടിയെടുത്ത് അവരെ വായിൽ വെക്കുമ്പോൾ തന്നെ അള്ളാഹു നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് നൽകുന്നത്. ഹദീസിൽ വിശാലമായി പറയുന്നുണ്ട്, അതിലോട്ടൊന്നും നാം പ്രവേശിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് ഖുർആൻ ഓതുന്ന വീടാവുക എന്നുള്ളതാണ്. വീട്ടിൽ എന്നും ഖുർആൻ ഓതുക. നമുക്ക് പിശാച് അടുത്ത് തന്നെയാണല്ലോ ഒരു മുഫ്തി അല്ലെ, ഒരു TV ചാനലിലൂടെ നാം കണ്ടത്. കാരണം മാരകമായ സിഹിർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പെണ്ണ് പിടിക്കപ്പെട്ടല്ലേ. പിടിക്കപ്പെട്ടപ്പോ ആ പെണ്ണോട് ചോദിച്ചു, നിങ്ങൾ ആർക്കൊക്കെ സിഹിർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു. അവർക്ക് സിഹിർ ബാധിക്കുന്നേയില്ല. ബാധിക്കാതിരിക്കാൻ കാരണം എന്ത് അന്വേഷിച്ചു. കാരണം സിഹിർ ആർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ പറഞ്ഞു. ആ സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഇത് ബാധിച്ചില്ല, ഒരു വീട്ടുകാർക്ക്. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പലതവണ സിഹിർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ബാധിച്ചില്ല? പലർക്കും അത് ബാധിച്ച് പലരും അപകടത്തിലാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ബാധിച്ചില്ല എന്ന് പറയുമ്പോൾ ആ സഹോദരി പറഞ്ഞത് വാർത്താ മാധ്യമങ്ങളിൽ വന്നൊരു റിപ്പോർട്ടാണ്.
സൗദിയിൽ നടന്നൊരു സംഭവമല്ലേ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ ഇന്നും വീട്ടിൽ സൂറത്തുൽ ബക്കറ ഓതാറുണ്ട്. സൂറത്തുൽ ബക്കറ വീട്ടിലേക്ക് ചിലപ്പോ അടിച്ചു വീശും കാറ്റിങ്ങനെ, എന്നാലും അവരൊന്നും ബാധിച്ചില്ല. സൂറത്തുൽ ബക്കറ ഓതുന്ന വീട്ടിൽ ഒരിക്കലും പിശാചുകൾ കയറുകയില്ല. എത്ര വലിയ സിഹർ ചെയ്താലും എത്ര വലിയ മാരണം ചെയ്താൽ ആ വീട്ടിലേക്ക് കടന്നു കയറി ആ വീട്ടുകാരെ ആക്രമിക്കാൻ പിശാചുകൾക്ക് ഒരിക്കലും സാധ്യമല്ല. ഖുർആൻ ഓതുന്ന വീട്ടിൽ എന്നും ബർക്കത്തുണ്ടാകും, എന്നും പിശാചുകളുടെ ശല്യം ഉണ്ടാവുകയില്ല. പിശാച് ദൂരെയാകുമ്പോൾ തന്നെ ബർക്കത്ത് കൂടി വരും. മലക്കുകൾ വരുമ്പോ മലക്കുകളെ കൂടെ അതിഥികൾ വരുമ്പോ അതിഥികളെ കൂടെ മലക്കുകളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ, അതാണ് ബർക്കത്തുണ്ടാകാൻ കാരണം. ഖുർആൻ ഓതുന്ന വീട്ടിലേക്കും ബർക്കത്തുണ്ടാകുമെന്നാണ്. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ കയറുമ്പോൾ സലാം പറയുക എന്നുള്ളതാണ്. സലാം വീട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ആരുണ്ടാവില്ല, ചിലപ്പോൾ ആ വീട്ടിൽ ആരുണ്ടാവില്ല, എന്നാലും അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് ഇറങ്ങി. ചിലപ്പോൾ സ്വാലിഹീങ്ങളുടെ ഒരുപാട് ആത്മാക്കൾ ആ വീട്ടിലുണ്ടാകും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുടെ റൂഹുകളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പൊ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് കയറേണ്ടത്. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക എന്നുള്ളത് വലിയ വിഷയമാണ്. സലാം എന്നുള്ളത് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിക്കുമ്പോൾ സലാം കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അവർക്കിടയിൽ വലിയ സ്നേഹമുണ്ടാകുമെന്നാണ്. ആദ്യം സലാം കൊണ്ടായിരിക്കണം. കാരണം ഒരു ദിവസം 10 മുഅ്മിനീങ്ങൾക്ക് സലാം പറയാൻ അള്ളാഹു നമുക്കൊരു അവസരം നൽകുകയാണെങ്കിൽ ഈമാൻ ഇല്ലാതെ അവനെ മരിക്കൂല എന്നാണ്. ഈമാനോട് കൂടി തന്നെ അവൻ മരിക്കുമെന്നാണ്. സലാം വലിയ പവിത്രമുള്ളതാണ്. സലാം ധാരാളമായി വർദ്ധിപ്പിക്കുക. അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത് സൂറത്ത് ഇഖ്ലാസ്. വീട്ടിലേക്ക് വരുമ്പോൾ സൂറത്ത് ഇഖ്ലാസ് ഓതുക. ഇഖ്ലാസ് സൂറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവർ ഒരുപാട് പറയേണ്ടതുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസം ഒരു 10 തവണ ഓതിയാൽ തീർച്ചയായും മരിക്കുമ്പോൾ ഈമാൻ കിട്ടൂ എന്ന് മാത്രമല്ല, 10 തവണ ഓതുമ്പോൾ സ്വർഗത്തിൽ അള്ളാഹുവിനൊക്കെ വീട് നൽകുമെന്നാണ്. ഇതിനെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 20 തവണ ഓതിയാലോ? 2 വീടും. പിന്നെ ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ റസൂൽ പറഞ്ഞു, എത്ര കണ്ട് ആവർത്തിക്കുന്നുണ്ടോ അത്ര കണ്ട് പ്രതിഫലം കൂടി വരുമെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അബൂദർദ വന്നപ്പോൾ ചോദിച്ചു, ഇത് ആരാണെന്ന് അറിയുമോ നബി എന്ന്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂദർദാനെയോ? അബൂദർദ ഇഹലോകത്തിനെക്കാളും പരലോകത്ത്, ആകാശലോകത്തിൽ പരലോകത്ത് അബൂദർദ വലിയ മഷ്ഹൂറാണ്. അബൂദർദാനെ അറിയാത്തവരില്ല. എന്തുകൊണ്ട്? അബൂദർദ എന്നും ഇഖ്ലാസ് സൂറത്ത് ധാരാളം ഓതുന്ന ആളാണ്, അതുകൊണ്ട് ലോകത്തറിയപ്പെട്ട ആളാണ്. ഒരു ദിവസം മേഘങ്ങൾ, സൂര്യകിരണങ്ങളില്ലാതെ ഇങ്ങനെ മേഘം മൂടിയതുപോലെ അന്തരീക്ഷം കാണുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, എന്താണ് ഇത്? ഒരു മേഘങ്ങളൊന്നും ഇല്ല, ഇത് സൂര്യകിരണങ്ങളൊന്നും ഇല്ലാത്ത മേഘങ്ങൾ ഇങ്ങനെ കൂടിക്കാണുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, 70,000 മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. നബി അങ്ങേക്കറിയില്ലേ മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്? മുആവിയ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഒരുപാട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഭൂമിയിലേക്ക് ഇറങ്ങിയ മലക്കുള്ള ചിറക് തട്ടിയത് കൊണ്ടാണ് സൂര്യകിരണം ഇല്ലാത്തത്. എന്തുകൊണ്ട് മുആവിയക്ക് ഇത്രയും വലിയ സ്ഥാനം എന്ന് ചോദിച്ചപ്പോൾ മുആവിയ നിരന്തരമായി സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം പാരായണം ചെയ്യുന്ന ആളാണ്. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു വെച്ചാൽ സ്വർഗം ഉറപ്പാണ്, അവർക്ക് നരകമുണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേസമയത്ത് 70,000 തഹ്ലീൽ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം പറയുകയോ അല്ലെങ്കിൽ നമ്മിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നാം അദി ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അവർക്ക് ഖബർ ശിക്ഷയോ നരകമോ ഒന്നും ഉണ്ടാവൂല എന്ന് നാം പഠിച്ചവരാണ്. അപ്പോൾ അതുപോലെയാണ് സൂറത്തുൽ ഇഖ്ലാസ് അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. 1,00,000 നമുക്ക് സ്വന്തം നാം ഓതി വെക്കുക, അതുപോലെ ഒരു 70,000 തഹ്ലീൽ നമുക്ക് സ്വന്തം ചൊല്ലിവെക്കുക. മറ്റുള്ളവർക്കും അത് അതിയാക്കാവുന്നതുമാണ്. അവർക്ക് അതുകൊണ്ട് നാളെ പരലോകത്ത് രക്ഷ ഉണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വീടിൽ സമാധാനവും സന്തോഷവും ബർക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് അതിഥികൾക്ക് ഭക്ഷണം നൽകാനുള്ള സാമ്പത്തിക കഴിവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.